കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നു, യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം പേർ രാത്രി പുറത്തിറങ്ങുന്ന നഗരമാണ് കൊച്ചി. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇന്നലെ കൊച്ചിയിലുണ്ടായ ഒരു സംഭവമാണ്. ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ആൺസുഹൃത്തും കൂടെ ചായ കുടിക്കാൻ വന്നപ്പോൾ 3 പേര് സൗത്ത് പാലത്തിന്റെ താഴെ മദ്യപിച്ച് ലഹരിയൊക്കെ, എന്ത് ലഹരിയാന്ന് അറിയില്ല, മദ്യപിച്ചു എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഈ പെൺകുട്ടിയും ചെക്കനൊക്കെ അവർ നോട്ടിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു, ഈ പയ്യനെ അവരെ അടിച്ച് താഴെട്ട് അതിനുശേഷം പെൺകുട്ടിയെ പിന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവർക്ക് വേണ്ടി വഴങ്ങാൻ പറഞ്ഞു. അതിനുശേഷം നടക്കൂല എന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, പിന്നെ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം പിന്നെ ഡ്രസ്സും വസ്ത്രമൊക്കെ വലിച്ചു കീറൊക്കെ ചെയ്ത് ഈ പെൺകുട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്നു. അതിനുശേഷം ഇവര് രക്ഷപ്പെട്ടു. ഏതായാലും ഇപ്പോൾ ഇന്നൊക്കെ അവരെ പിടിച്ചു. അപ്പൊ എറണാകുളം എന്ന് പറയുന്നത് സിറ്റി, അവിടുത്തെ ആളുകൾ എപ്പോഴും പറയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഏകദേശം വരുത്തന്മാരാണ്. അത് പുറത്ത് മറ്റു ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നൊക്കെ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്ന് അവിടുത്തെ ആളുകൾ എപ്പോഴും പറയുന്ന സുഹൃത്തുക്കളും. ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ്, എപ്പോഴും പറയും. സംഭവം ഇപ്പൊ ഈ കേസിൽ പിടിച്ച ആളുകളും ഇതുപോലെ മറ്റു ജില്ലകളിൽ നിന്ന ആളുകളാണ്. ഏതായാലും എറണാകുളം എന്ന് പറയുന്ന സ്ഥലം, അവിടെ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ പെങ്ങന്മാരും മറ്റ് സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്ന സ്ഥലമാണ്. അതും ഇത്ര വലിയ സിറ്റി. അവിടെ ഒരു സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കാരണം അവിടെ സ്വതന്ത്രമായി രാത്രി 12 മണി 1 മണിയൊക്കെ ആവുന്ന ആളുകളും പിന്നെ കൂടി മറൈൻ ഡ്രൈവ് വഴിയൊക്കെ നടക്കുന്ന ഒരു സെറ്റപ്പുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്ര സേഫ്റ്റി ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവകരമായി നമ്മൾ എടുക്കേണ്ട സംഭവമാണ്. നമ്മളെല്ലാവരും പ്രതികരിക്കണം സോഷ്യൽ മീഡിയ വഴിയൊക്കെ. കാരണം നമ്മൾ മുഖ്യമന്ത്രി ആരാവും അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇതുപോലത്തെ സംഗതി എല്ലാവരും ഗൗരവകരമായി എടുക്കണമെന്നാണ് പറയാനുള്ളത്.